കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം തന്നല്ലോ. കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവദാസന്മാർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നൊരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടാം. ഹല്ലേലൂയ. 84 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 84. 84 സങ്കീർത്തനം വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരികലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ചേർന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ട് വന്നതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ചുള്ള പ്രാവചനികമായ കാഴ്ചപ്പാട് തരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 84 സങ്കീർത്തനം. 4 വാക്യത്തിൽ പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അടുത്ത ഭാഗ്യപദവി, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആലയത്തിൽ ആർക്കാ കടന്നു വരുവാൻ അവസരമുള്ളത്? പഴയ നിയമകാലത്തെ വിഷയങ്ങൾ നമുക്കറിയാം, റെസ്ട്രിക്ഷൻസ് നമുക്കറിയാം. എന്നാൽ ഇന്നലെ രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറി. ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് വരുവാൻ അവിടുത്തെ പുത്രൻ്റെ ദേഹമെന്ന തിരിശീല നമുക്ക് വേണ്ടി ചെയ്യുന്നേ. ഹല്ലേലൂയ. ഒരു പുതുവഴി നമുക്ക് തുറന്നതുകൊണ്ട് ഇന്ന് രാവിലെയും കൃപ ആവശ്യമാണോ? കരുണ ആവശ്യമാണോ? ദൈവ സാന്നിധ്യം ആവശ്യമാണോ? സ്പർശനം ആവശ്യമാണോ? അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ ഒരവസരം കർത്താവ് നമുക്ക് തന്നെങ്കിൽ നാം പാടുവാൻ പോകുന്ന പാട്ട് പോലെ അതിൻ്റെ വരികൾ നമ്മുടെ സാക്ഷ്യമായി മാറട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുവര. എണ്ണമില്ലാതുള്ള നിന്റെ സകല നന്മകൾക്കും അത്ഭുതമാർന്ന നിന്റെ സ്നേഹത്തിനും നിനക്ക് നന്ദി പറയുന്നു. ഹൃദയത്തിൽ നിന്ന് ചില ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വണച്ചു
അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി അങ്ങ് ഞങ്ങളെ രക്ഷിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ. ഹല്ലേലൂയ. നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ. നമുക്ക് നന്ദി പറയാം. ജീവിത ശൂന്യതയുടെ നടുവിൽ നിറവായ അനുഗ്രഹം പകർന്ന കൂരിരുണ്ട താഴ്വരയിൽ വെളിച്ചമായി കടന്നു വന്ന പാപത്താൽ മുറിവേറ്റ നമ്മെ തന്റെ പാണിയാൽ വീണ്ടെടുത്ത് എണ്ണമില്ലാത്ത നന്മകൾ നൽകി തന്ന കർത്താവിന് രാവിലെ നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സ്തോത്രഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ നിന്നെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ നിന്നെ കാത്തവനേ. കാഴ്ചയല്ല വിശ്വാസത്താലേ വചേകി നിത്യം ചേർത്തവനേ. കാഴ്ചയല്ല വിശ്വാസത്താലേ വചേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ ഹല്ലേലൂയ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവൻ
സ്തുതി മനമേ സ്തോത്രഗീതം. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മകശാസനയും നിന്നെയും ഉള്ള ദിനവുമിത്. കഷ്ടവും മകശാസനയും നിന്നെയും ഉള്ള ദിനവുമിത്. നല്ല സഹോദരൻ അരുള ചെയ്യുകിലെന്തു ഭയം. ഉള്ളങ്കലക്കും നല്ല സഹോദരൻ അരുള ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം. ഹല്ലേലൂയ. ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിട്ടോ. പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിടും. മണ്ണേരിൽ വന്നവൻ നമ്മോട് കൂടെ. അവൻ എന്നെ വഴി നടത്തും. മണ്ണേരിൽ വന്നവൻ എന്നോട് കൂടെ. അവൻ എന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടും ഈ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം. ഹല്ലേലൂയ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നും തേൻ പൊഴിയോ. ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നും തേൻ പൊഴിയും. ജീവനീരിൽ നിന്നും കുടിക്കും. ഈ മരുപ്രയാണം കഴിയും വരെ മറയ്ക്കുമവൻ എന്റെ ചിറകടിയിൽ. മരുപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ എന്റെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടും നീ മനമേ. കർത്തൻ ജയം. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയാ. എൻ ക്ലേശമഖിലവും നീങ്ങുകയാ. ആശിച്ച ദേശം കാണുകയാ. എൻ ക്ലേശമഖിലവും നീങ്ങുകയാ. യേശു മണാളൻ മണപതിയായ നന്ദി. Praise the Lord. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിടലോ. ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൽ വഴി പോയിടിലും. മണ്ണേരിൽ മന്നവൻ എന്നോട് കൂടെ. എന്നും അവൻ നമ്മെ വഴി നടത്തൂ. മണ്ണേരിൽ മന്നവൻ എന്നോട് കൂടെ. നമ്മെ വഴി നടത്തൂ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകും. Hallelujah. We praise you, Lord. ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. Hallelujah.
മന്നരിൽ മന്നവൻ നമ്മോട് കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, we praise you Lord, we praise you Lord. മന്നരിൽ മന്നവൻ നമ്മോട് കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാടിയതുപോലെ അങ്ങേക്ക് സ്തോത്രഗീതം പാടുന്ന കർത്താവേ, അങ്ങ് ആരാധനയ്ക്കും സ്തുതികൾക്കും മഹത്വത്തിനും ജ്ഞാനത്തിനും എല്ലാം യോഗ്യനായ ദൈവമാണ്. കർത്താവെ, ഒരു കാലത്ത് പാപത്തിൻ്റെ അടിമകളായിരുന്നു അടിയങ്ങൾ. കർത്താവെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, അതെന്നേക്കുള്ള മരണമായിരുന്നു. എൻ്റെ കർത്താവ് സ്വർഗീയ മകുടം അണിഞ്ഞ് ഭൂമിയിൽ കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്തു. ഞങ്ങളുടെ ശാപങ്ങളെ എന്നേക്കുമായി മാറ്റി. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ വലത്തു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ. നന്ദി പറയുന്നു കർത്താവേ. സകല മഹത്വം അങ്ങേക്കായിരുന്നു കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ അധികാരപ്പെടുത്തണമേ. സകലവും അങ്ങയുടെ നാമത്തിൽ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Now is the time for the dear children to come forward and say their memory verse. He lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. I can do all things through Christ who gave me strength. Philippians 4:13. Be kind and compassionate to one another, forgiving each other, just as in Christ God forgave you. Ephesians 4:32. He allows in the shelter of the Most High will abide of my Psalms 91:1. 2 Timothy 1:13. What you heard from me, keep it as the pattern of sound teaching with faith and love in Christ Jesus. And he who does not take up his cross and follow after me is not worthy of me. He who finds his life will lose it. Whoever loses life for me will find it. Matthew 10:30 and 39. Galatians chapter 4, verse 4 and 5. But when the fullness of time came, God sent forth his Son, born of a woman, born under the law, so that he might redeem those who were under the law, that we might receive the adoption as sons. 3 John 4. I have no greater joy than to hear that my children are walking in the truth. 2 Timothy 1:13. What you have heard from me, keep it as a pattern with faith and love in Christ Jesus.
സ്തോത്രം. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ടോം വർക്കി പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയിൽ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ദൈവം കാത്തല്ലോ. ഈ അവധിക്കാല ഭവനത്തിൽ ചെലവിടുമ്പോൾ ദൈവകൃപയുടെ മറവിൽ അവരെ മറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഉപരിപഠനത്തിനായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കർത്താവിൻ്റെ സാക്ഷികളായി അവരെ കർത്താവ് നിർത്തട്ടെ. ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ടോംസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യെസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം. സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന എടുത്തതിനായി നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും വീണ്ടും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവസഭയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഫോയറിലൊരു കൺവെൻഷൻ നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. റിവൈവൽ 2026 ഹ്യൂസ്റ്റൺ, ജൂൺ മാസം 7-ാം തീയതി, അടുത്ത സൺഡേ അല്ലേ, സൺഡേ മുതൽ സാറ്റർഡേ വരെ 7 to 13 ഈ ഡെസ്റ്റിനി സെൻറ്റർ വെച്ച് എല്ലാ വർഷവും നടക്കുന്ന ആ കൺവെൻഷൻ പ്രിയ ചന്ദ്രങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അതിനും കടന്നുപോയി സംബന്ധിപ്പാൻ ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം ഒരു നിമിഷം. ദൈവവചനത്തിലൂടെ തൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിക്കേണ്ട വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെയും കേൾപ്പിക്കുന്ന വചനങ്ങൾക്കായി നന്ദി. തിരുവെഴുത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ നൽകി തരുമ്പോൾ അത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ കരുതുവാൻ, അതിന് മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പുകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, രാവിലെയും ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ടാട്ട് പ്രാർത്ഥകരോട് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് അല്പസമയത്തെ ധ്യാനത്തിനായി നാം ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന പാസേജ്. ഒരാൾക്കൊന്ന് വായിക്കാമോ?
ആമേൻ. സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും അത് ക്രിസ്തുവിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? What do you mean by when we say that we are in Christ? ആ ഭാഗങ്ങളൊക്കെ നേരത്തെ പലവട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്തുവിലാണ് എന്ന് പറയുമ്പോൾ God the Holy One no longer sees our imperfections. പരിശുദ്ധനായ ദൈവം നമ്മുടെ ബലഹീനമായ പ്രകൃതത്തെ കാണാതെ He sees the righteousness of His own Son. അവിടുത്തെ പുത്രൻ്റെ പൂർത്തിയാക്കിയ നീതിയാണ് അവിടുന്ന് ദർശിക്കുന്നത്. നാം യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയും അത് പറഞ്ഞു. 8-ാം വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ദൈവം പരിശുദ്ധനാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് അടുക്കുവാൻ മനുഷ്യന് കഴിയില്ല. എന്നാൽ നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത് തൻ്റെ പുത്രൻ്റെ നാമത്തിലാണ്. When God sees me, He sees the righteousness of His own Son. അവിടുത്തെ പുത്രൻ്റെ മരണമാണ് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മെ പ്രാപ്തരാക്കിയത്. നമ്മുടെ മരണം മാറിയത് കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ബോധ്യത്തോടുകൂടെ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പ്രാപ്തരാക്കപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ചില ഉറപ്പുകൾ ഈ പാസേജിൽ നമുക്ക് നൽകുന്നുണ്ട്. 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് അതിന് നമ്മെ യോഗ്യരാക്കി തീർത്തത് നാം ക്രിസ്തുവിലാണ് എന്നുള്ള ആ അനുഗ്രഹമാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നാം പലപ്പോഴും റെഫർ ചെയ്യാറുള്ള പാസേജാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം ദൈവ സംബന്ധിയായ വിഷയങ്ങളിൽ യാതൊരു രീതിയിലും പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്ന നമ്മെ, എഫേസ്യർ 2-ന്റെ 12-13 വാക്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്ന എന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ വീണ്ടും അവിടെ പറയുന്നുണ്ടോ, ഇൻ ക്രൈസ്റ്റ് വി ആർ ബോട്ട് നിയർ ടു ദ ഹോളി പ്രസൻസ് ഓഫ് ഗാഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇൻ ക്രൈസ്റ്റ്. നാം തന്നെ അങ്ങ് കയറി ചെല്ലുകയല്ല, ക്രിസ്തുവിൽ നമുക്ക് ഈ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള അവകാശം, സാവകാശം, പ്രാഗൽഭ്യം ദൈവം തന്നിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലായിരുന്നു, അന്നമ്മ ആൻറ്റി ചില നാളുകൾക്ക് ശേഷം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാക്ഷ്യം പറയാനുള്ള സ്തോത്രം. കർത്താവിന്റെ ദാസിയെ കൂട്ടി വരുത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
അതുപോലെ തന്നെ ആശിഷും അല്ല, പിന്നെ ആ ഒരു ചർച്ചിൻ്റെ ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ. അപ്പോൾ ഒരിക്കൽ അകന്നിരുന്നവരായിരുന്നു നമ്മെ പുത്രനിലൂടെ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമാറാക്കി. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, 17-ാം വാക്യം, സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. നാം കൊലോസ്യ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നാം ശത്രുക്കളായിരുന്നു, കോപത്തിൻ്റെ മക്കളായിരുന്നു. വി വർ സൺസ് ഓഫ് റാത്ത്. ഇന്ന് അവതരിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം വികലമായ ചിത്രമാണ്. പല പുൾപിറ്റുകളിലും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ വശം മാത്രം കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ആ ചിത്രം വചനത്തിൻ്റെ അനുസൃതമായ ചിത്രമല്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏത് ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിലും അന്ന് നമ്മൾ ദൈവമക്കളല്ലായിരുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തുവാൻ തക്കവണ്ണം ദൈവം എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ പാരമ്പര്യം, വളർത്തപ്പെട്ട സാഹചര്യമൊക്കെ പറയാറുണ്ട്. അതൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാൻ അനുകൂലമായൊരു സാഹചര്യമായിട്ട് ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം നാം ദൈവമക്കളായിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ക്രിസ്തുവിനോടുള്ള രക്ഷ കരഗതമാക്കിയ ആ അനുഭവം മുതലാണ് ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത്. ഇവിടെ ആ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഒരു ബയോഗ്രഫി അവിടെ എഴുതി വച്ചിരിക്കുന്നത്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പ്രകൃതിയാൽ നാം ജാതികളായിരുന്നു, ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു, അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു, ശത്രുക്കളായിരുന്നു, ഭവനക്കാരല്ലായിരുന്നു. ഇവിടെ പറയുന്നത് കേട്ടോ, 19-ാം വാക്യം, ആകിയാൽ നിങ്ങൾ ഇനി അന്യന്മാരല്ല. അവ നേരത്തെ ആരായിരുന്നു? അന്യരായിരുന്നു. നിങ്ങൾ പരദേശികളല്ല, നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. അപ്പോൾ ഓരോ ദൈവമക്കളും അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധ്യം, ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ദൈവ പൈതലിൻ്റെ പോലെ തന്നെ ഒരു സഹവിശ്വാസിയാണ്. അവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവസഭയിൽ, ദൈവസന്നിധിയിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല, ഏറ്റക്കുറിച്ചലുകളില്ല. ഞാനൊരു സഹവിശ്വാസിയാണ്, ഞാനൊരു സഹപൗരനാണ്. പരിശുദ്ധനായ ദൈവസന്നിധിയിൽ നമ്മുടെ സ്റ്റാൻഡ് എല്ലാം ഒന്ന് തന്നെയാണ്. ഗലാത്യ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ വ്യത്യാസങ്ങളില്ല. എന്തെല്ലാം വ്യത്യാസങ്ങളില്ലെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. 3:28 അതിൽ യഹൂദനും യവനനുമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. For you are all one in Christ Jesus. ഈ ഭാഗ്യപദവിയിലേക്ക് കൂട്ടിവരുത്തിയ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ്. ഈ 2-ാം അധ്യായം എഫേസ്യർ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ വിശദമാക്കിയാണ് റോമാലേഖനത്തിൽ എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ചിത്രം പരിശുദ്ധനായ ദൈവത്തിൻ്റെ ചിത്രമാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ചിത്രം കാണിക്കുന്നത് പാപിയായ മനുഷ്യനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി എത്രമാത്രം മനസ്സിലാക്കുന്നോ അത്രമാത്രം മനുഷ്യൻ്റെ പാപം മനസ്സിലാവും. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പാപപ്രകൃതത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എത്രയും ദൈവത്തിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കുന്നോ അത്രയും നാം തകർന്നവരാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. അതാണ് റോമാലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന ചിത്രം. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയെപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. ദൈവവുമായി അകന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും, പ്രകൃതിയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കോപത്തിൻ്റെ മക്കളായിരിക്കുന്നവർ, അവർ നിത്യ മരണത്തിലേക്കാണ് പോകുന്നത്. നിത്യമരണത്തിൻ്റെ വിധിയാണ് അവരുടെ മേൽ ഉള്ളത്. 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ
കൊള്ളരുതാത്ത തീർന്നിരിക്കുന്നു, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. ഇതാ മനുഷ്യൻ്റെ സ്ഥിതി അവിടെ കാണിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമ ഭക്തൻ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം ഏകപക്ഷീയമായി വിളിച്ച് അവനെ നീതീകരിച്ചു എന്നുള്ളതാണ് അവിടെ ചിത്രമായി കാണുവാൻ കഴിയുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് പൗലോസ് അനാദിയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന രക്ഷണ്യ ആ പദ്ധതി കാലത്തിൽ ദൈവം എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്തതെന്ന് ഇവിടെ വരച്ചു കാട്ടുകയാണ്. പലപ്പോഴും നമുക്ക് തോന്നാം മനുഷ്യൻ്റെ പാപത്തിന് ശേഷമുള്ള ഒരു ബി പ്ലാൻ ആയിരുന്നു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. നോ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. മനുഷ്യന്റെ പാപപ്രവൃത്തി ദൈവത്തിന് ഒരു ഇരുട്ടടി ആയിരുന്നില്ല, ഇതവൻ മുൻപേ കണ്ടതാണ്. അതിനുവേണ്ടിയാണ് തൻ്റെ പുത്രനെ ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടായി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം എപ്രകാരമാണ് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്? എന്ത് ക്വാളിറ്റിയാണ് അവന് വേണ്ടത്? എന്ത് ക്വാളിറ്റിയാണ് മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയത്? ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള ക്വാളിറ്റി. അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവാന്വേഷിയല്ല, സത്യാന്വേഷിയല്ല, സത്യദൈവത്തെ അറിയില്ല. ആ മനുഷ്യനെ ദൈവം ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുക. ആർക്കെങ്കിലും ഒരു അംശമെങ്കിലും ഞാൻ ദൈവത്തെ കണ്ടുപിടിച്ചു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നു, ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളഞ്ഞേര്. ദൈവം തന്റെ കരുണയിലും തന്റെ കൃപയിലും അനാദിയിൽ ക്രിസ്തുവിലാണ് നമ്മെ തിരഞ്ഞെടുത്തത്. അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം ആ ചിത്രമൊക്കെ എന്തിനാ, അബ്രഹാമിന്റെ കഥ എന്തിനാ അവിടെ പറഞ്ഞേക്കുന്നത്? റോമാലേഖനത്തിലേക്ക് വന്നപ്പോൾ ഏത് സമയത്തും ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി നിൽക്കണമെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. എന്ത് വിശ്വാസത്താൽ? ഏതെങ്കിലും പ്രോമിസ് കൊടുത്ത വിശ്വാസത്താലാണോ? അല്ല, പ്രോമിസ് കൊടുത്തവനിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അതാ പറഞ്ഞ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. അബ്രഹാം ബിലീവ്ഡ് ഇൻ ദ പ്രോമിസ് എന്നല്ല, അബ്രഹാം ബിലീവ്ഡ് ഇൻ ദ ഗോഡ് ഹു ഹാസ് ഗിവൻ ഹിം ദ പ്രോമിസ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ വിശ്വാസത്താലാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിൽ പറയുക, അപ്രകാരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. എങ്ങനെ? ദൈവത്തെ വിശ്വസിച്ചാൽ. നാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ദൈവത്തിന് വചനത്തിലുടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്ന ദൈവസന്നിധിയിൽ ആർക്കെങ്കിലും ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മനുഷ്യന് കുറ്റമറ്റവനായി ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ആർക്ക് നിൽക്കാൻ കഴിയും? പുത്രനൊഴിച്ച്. അപ്പോൾ നമ്മെ എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ. പുത്രൻ്റെ നീതി എനിക്ക് കണക്കിട്ട്, എൻ്റെ പാപം പുത്രന് കണക്കിട്ട്. അതാണ് ക്രൂശിലുള്ള ഗോൾഡൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ. എൻ്റെ നികൃഷ്ടമായ പാപത്തെ പുത്രൻ്റെ തോളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പുത്രന്റെ പൂർത്തിയാക്കപ്പെട്ട നീതി എനിക്ക് കണക്കിട്ട് അതിൽ വിശ്വസിപ്പാനുള്ള കൃപ ദൈവം തന്നപ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധ സന്നിധിയിൽ ഒരു പ്രഖ്യാപനം നടത്തി. യു ആർ നോ മോർ ഗിൽറ്റി. അതാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമറ്റവനായി പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. ഇത് ഒരു പ്രവൃത്തിയിലൂടെയും സ്വായത്തമാക്കുവാൻ കഴിയുന്നതല്ല. അതാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായത്തിലും അത് തന്നെയാണ് വിശദമാക്കുന്നത്. മുന്നോട്ട് അപ്പോസ്തലൻ പറഞ്ഞു പോയ ശേഷം 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇപ്രകാരം നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പ്രത്യാശ എന്താണ്? രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ആത്മാവിനാൽ നൽകപ്പെടുന്നതാണ്. അത് രക്ഷാവാചകം ചൊല്ലിക്കൊടുത്ത ഒരു ദൈവദാസൻ കൊടുത്ത പ്രത്യാശയൊന്നുമല്ല. ഇത് ആത്മാവിനാൽ നൽകപ്പെടുന്നതാണ്. ദൈവദാസന്മാർക്ക് പലതും പറയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ സഭയിലോട്ട് വിളിച്ചു പറഞ്ഞവർ പറയാം എങ്കിട്ട് വാ വിടുതൽ ഒരുക്കാം എന്നൊക്കെ പറയുമായിരിക്കും.
പക്ഷെ വിടുതൽ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും അതല്ല പ്രത്യാശ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ സഭയിൽ വാ, നമുക്ക് പ്രാർത്ഥിക്കാം, രോഗത്തിന് ദൈവ സൗഖ്യം തരും. സത്യമാത്. പക്ഷെ അതല്ല നമ്മുടെ പ്രത്യാശ. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് നൽകപ്പെട്ട പ്രത്യാശ എന്തുവാ? ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. 8:18 പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന ആദിദാനം പ്രാപിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. എന്നോട് പറയാ, ഈ പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. അതാണ് 8:23-24 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഇൻ ദിസ് ഹോപ്പ് വി ഹാവ് ബീൻ സേവ്ഡ്, ബട്ട് ഹോപ്പ് ദാറ്റ് ഈസ് സീൻ ഈസ് നോട്ട് ഹോപ്പ്. ഫോർ ഹൂ ഹോപ്സ് ഫോർ വാട്ട് ഹി ഓൾറെഡി സീസ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ കാണാവുന്നതല്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ലോകത്തിലെ അല്ലെന്നാ പറഞ്ഞത്. കാണാൻ കഴിയത്തില്ലെന്നല്ല പറഞ്ഞേ, ഈ ലോകത്തിലെ അല്ലത്. വരുവാനുള്ള ലോകത്തിനു വേണ്ടിയുള്ള പ്രത്യാശയാണ് രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു ദൈവം അതിൻ്റെ ഉള്ളിൽ ആത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യാശ നമുക്കുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രത്യാശ ഉള്ളവർക്ക് ഒരു അനുഗ്രഹമുള്ളത് 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ഈ പ്രത്യാശ ഉള്ളവർക്ക് ഈ കാലത്തിലെ കഷ്ടം. അപ്പോൾ അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. പ്രത്യാശ അപ്പോൾ ഈ കാലത്തിലുള്ളതല്ല, വരുവാനുള്ള ലോകത്തിനു വേണ്ടിയുള്ളതാണ്. ഈ കാലത്തിൽ കഷ്ടമുണ്ട് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആ കഷ്ടത്തെ അഭിമുഖീകരിക്കുവാൻ, തരണം ചെയ്യുവാൻ ഈ പ്രത്യാശ ലഭിച്ചവർക്ക് കഴിയും. അപ്പോൾ ആ പ്രത്യാശയോട് കൂടെ ലഭിച്ച മറ്റൊരു കാര്യമുണ്ട്, സ്വർഗീയ ദർശനം. ആ ദർശനത്തിൽ കാണുന്നത് എന്താ? വരുവാനുള്ള തേജസ്. അത് കണ്ട ഒരു മനുഷ്യൻ പറയുകയാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് രക്ഷയുടെ പൂർത്തീകരണം. അതാ തേജസ്. തേജസ്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണരായി മാറുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏദനിൽ ദൈവം ആദം ഹൗവ ദമ്പതിമാരുമായിട്ട് പാപത്തിന് മുമ്പേ ഉള്ള കൂട്ടായ്മ ദൈവം എന്നും ഡിസൈൻ ചെയ്തിരിക്കുന്ന പൂർണ്ണതോതിലുള്ള കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമാണ് ഏദനിൽ കണ്ടത്. ഒരു സൃഷ്ടി എന്തും മാത്രം പൂർണ്ണതയുള്ളതായിരിക്കണമോ അതായിരുന്നു ആദം. എന്നാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന മഹത്വീകരണം എന്നും ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതിന്? എന്നും ദൈവമായിട്ടുള്ള കൂട്ടായ്മ. അപ്പൊ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തലയുടെ ചുറ്റും ഇങ്ങനെ വെട്ടവുമായിട്ട് നടക്കുന്ന ഒരു ചിത്രം നമ്മുടെ അതായിക്കോട്ടെ, ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. അതല്ല, ഞാൻ പൂർണ്ണനായി മാറുകയാണ്. ദൈവവുമായിട്ട് എന്നും എനിക്ക് കൂട്ടായ്മ സംഭവിക്കുകയാണ്. അതാണ് ഇറ്റേണൽ ലൈഫ്. ഗ്ലോറിഫിക്കേഷൻ എല്ലാം പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം, നമ്മുടെ ജീവിതയാത്രയുടെ അന്ത്യം. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പോസ്തലൻ പറയുന്നത് 28 വരുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? All things, God causes all things to work together for good to those who love God, to those who are called according to His purpose. ഇതിനകത്ത് നമ്മുടെ ഒരു ഭാഗമുണ്ട്, ദൈവം ചെയ്തൊരു ഭാഗമുണ്ട്. അതേതാ? വിളി എന്ന് പറയുന്നത് അവിടുന്ന് ചെയ്യണം. വിളിയുടെ ബോധ്യമുള്ളവർ ദൈവത്തെ സ്നേഹിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് 8:28 പറഞ്ഞേക്കുക. അപ്പോൾ ദൈവം വിളിക്കണം, ആ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മറുഭാഗം ദൈവത്തെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ അവിടെ പറയുന്നത്, God
കോസസ്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? ഗോഡ് കോസസ് ഓൾ തിങ്സ്. എത്ര ഇപ്പോൾ ഫ്ലാഷിങ് നമ്മുടെ ഉള്ളിൽ നടന്നില്ലേ? അങ്ങനെ അത് ദൈവം കോസ് ചെയ്താണോ ഇത് കോസ് ചെയ്താണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ വചനം എന്താ പറയുന്നേ? ഗോഡ് കോസസ് ഓൾ തിങ്സ് ഫോർ ഗുഡ് ടു ദോസ് ഹു ലവ് ഗോഡ്, ടു ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത്, മോനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, സോറി ഓണാക്കിയില്ല കൊണ്ട്. നോ ഫിയർ. നോ ഫിയർ. ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഭയമില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഞാനത് വിശദമാക്കാം. നിത്യതയെ സംബന്ധിച്ച് എനിക്ക് ഭയമില്ല. എൻ്റെ ഡെസ്റ്റിനിയെ സംബന്ധിച്ച് എനിക്ക് ഭയമില്ല. വെള്ളോട്ട് ഇറങ്ങുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ രക്ഷാനുഭവം കരഗതമാക്കാത്ത ഒരു മനുഷ്യനെ ഒന്ന് സംസാരിക്കുമ്പോൾ ഇക്കാലത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ഭാവി എന്താണെന്ന് ചോദിക്കണം. ഒരു ഉത്തരവും കാണത്തില്ല. ഇവിടുത്തെ ഭാവിയുടെ കാര്യമല്ല, വരുവാനുള്ള ലോകത്തെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും കാണത്തില്ല. എന്നാൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, വരുവാനുള്ള ലോകത്തെ സംബന്ധിച്ച് ഭാവി എന്ന് പറയുന്നത് അതാ, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നോ ഫിയർ. ഭാവിയെ സംബന്ധിച്ച് എനിക്ക് എന്തില്ല? ഭയമില്ല. ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഭയമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കളിപ്പീരുകളൊക്കെ പറ്റും. അത് പല നിലകളിൽ പറ്റും. ഇന്നലെ ഒരു കളിപ്പീരിനെ പറ്റി ബിനോജ് പറഞ്ഞു. അതിൻ്റെ എല്ലാ കളിപ്പീരും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല. ഇവിടെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് തെന്നി നടക്കുമെന്നൊക്കെയുള്ള പ്രവചനമൊക്കെ പണ്ട് തൊട്ടുള്ളതാ. അത് എങ്ങനെയാണ് പ്രവചനം എന്നുള്ളത് ദൈവദാസൻ കഴിഞ്ഞ ദിവസങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിശദമാക്കി. പുതിയ നിയമ പ്രവചനം എന്താ, അത് എന്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്? അപ്പം അങ്ങനെ കളിപ്പീരുകളൊക്കെ പല നിലകളിൽ പറ്റുന്നിരിക്കും. പക്ഷേ ഭാവിയെ സംബന്ധിച്ച് ഉറപ്പുണ്ടോ? നിത്യതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഭയരഹിത ജീവിതത്തിനായി നമ്മെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുക. വൈ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. രണ്ടാമത്തെ കാര്യം 29-30 വാക്യങ്ങളിൽ, മുന്നറിഞ്ഞവരെ ഓക്കെ. രണ്ടാമത്തേത് ഭയമില്ല എന്ന് മാത്രമല്ല, ഭാവി സംബന്ധമായി ഭയമില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഭയമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് വരുമ്പോൾ ഭയപ്പെട്ടവരുണ്ട്, ഞാനും ഭയക്കുന്നുണ്ട്. പക്ഷേ ഭാവി സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഭയമില്ല. ഞാൻ കർത്താവിൽ സുരക്ഷിതനാണ്, അവൻ എന്നെ രക്ഷിച്ചു എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ളവൻ അവനാ. ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. സോ ഐ ഡോണ്ട് ഹാവ് എനി ഫിയർ. 2, എനിക്ക് ഇച്ഛാഭംഗമില്ല. ഇച്ഛാഭംഗമില്ലെന്നോ, എടുത്ത ഡിസിഷൻസ് എല്ലാം തെറ്റാണെന്ന് ചെറുപ്പത്തിൽ തോന്നിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നാറില്ലേ? പക്ഷേ ഈ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതും ഭാവി സംബന്ധമാണ്. കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇച്ഛാഭംഗം? നേരത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ലല്ലെന്നല്ലേ പറയും നമ്മൾ, അല്ലേ? നേരത്തെ ഈ അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നല്ലേ പറയുന്നേ? അതോ വന്നു പോയല്ലോ എന്നാണോ? അതിന് അടിസ്ഥാനം എന്താ? ഇച്ഛാഭംഗമില്ലാതെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ നയിക്കാൻ സാധിക്കും? അവിടെ പറഞ്ഞിട്ടുണ്ട്.
ഇത് ഓർത്താൽ മതി. 30-ാം വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തിരസ്കരിച്ചു വിരിക്കുന്നു. ഇത് നമ്മുടെ അനുഭവമാണ്. എന്നെ മുന്നറിഞ്ഞു. അത് നേരത്തെ അറിയാമെന്നുള്ള ഒരു അർത്ഥമല്ല കേട്ടോ. അവൻ എന്നെ തിരഞ്ഞെടുക്കണമെന്ന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ യോഗ്യത ഉണ്ടായിട്ട് തിരഞ്ഞെടുത്തല്ല. എന്തുകൊണ്ടാണ് ലോകത്തിനെ തിരഞ്ഞെടുക്കാത്തത്? നാഹോറിനെ എന്താ തിരഞ്ഞെടുക്കാഞ്ഞേ? തേരഹിനെ എന്താ തിരഞ്ഞെടുക്കാഞ്ഞേ? അത് തമ്മിൽ വലിയ സ്വഭാവത്തിന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാ തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അതിന് ഉത്തരമില്ല. അത് ഉത്തരം യെശയ്യാപ്രവചനം 55:8 പറയുന്നുണ്ട്. എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരങ്ങൾ. മാത്രമല്ല, റോമാലേഖനം 11 അവസാനത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലൻ ചോദിക്കുക, ദൈവത്തിൻ്റെ മനസ്സറിയാൻ ആർക്കെങ്കിലും കഴിയുമോ? അവന് മന്ത്രിയായിട്ട് അവനെ ഉപദേശിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അവന് വല്ലതും അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ താ എന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കുമാകുന്നല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അതുകൊണ്ട് എനിക്ക് ഇച്ഛാഭംഗമല്ല. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ 139 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരിക്കെ ഇതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ എന്നെ മുന്നറിഞ്ഞു, അവൻ എന്നെ വിളിച്ചു, അവൻ എന്നെ നീതീകരിച്ചു, അവൻ എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എന്നെ തേജസ്കരിച്ചിരിക്കുന്നു. സോ നോ ഡെസ്പെയർ. മൂന്നാമത്തെ കാര്യം 31-ാം വാക്യത്തിൽ ഇത് സംബന്ധിച്ച് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നോ അഡ്വേഴ്സറി. എനിക്ക് ശത്രുവില്ല. പിന്നെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞത് ശത്രു ഉണ്ടായിട്ടല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പിശാചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പിശാചുണ്ട്. പിശാച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? എതിരാളിയിൽ നിന്ന് തന്നെ, അഡ്വേഴ്സറിയിൽ നിന്ന് തന്നെ. അപവാദി, എതിരാളി, ഒരുപാട് പേരുണ്ട് വിട്ടു വിളിക്കുന്ന പേരുകളൊക്കെയാണ്. പിന്നെ നമ്മളും ചില പേരൊക്കെ വിളിക്കത്തില്ലേ? പ്രതികൂലമല്ലേ? പ്രതികൂലമുണ്ട്. പക്ഷേ എനിക്ക് ഭയമില്ല. ആദ്യം പറഞ്ഞു, എനിക്ക് ഇച്ഛാഭംഗമില്ല, എനിക്ക് ശത്രുവില്ല. എങ്ങനെ പ്രതികൂലം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? ഇതിനെക്കുറിച്ചൊരു ദേവദാസൻ പറഞ്ഞതാ. അദ്ദേഹം ഇപ്പോൾ പ്രായമായി. അദ്ദേഹം ഈ ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള യുദ്ധം, ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ഗോലിയാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാലകൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗോലിയാത്തിന് എത്ര അടി നീളമുണ്ട്? കറക്റ്റായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ പ്രശ്നം. നിമേൻ്റെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതായത് ഗോലിയാത്തിൻ്റെ നീളം കറക്റ്റായിട്ട് നമുക്കറിയാം, ഗോലിയാത്തിൻ്റെ കുന്തത്തിൻ്റെ നീളം അറിയാം, പടച്ചട്ടയുടെ പൊക്കം അറിയാം. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ല എന്ന് അദ്ദേഹം പറയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരാളിങ്ങനെ ഉത്തരം പറഞ്ഞു, ഗോലിയാത്തിൻ്റെ നീളം ഇത്ര. അപ്പം അദ്ദേഹം പറഞ്ഞതാ, പലർക്കും പലരുടെയും ദൈവം കുഞ്ഞി ദൈവവും പിശാച് വലിയ പിശാചുമാണ്. നോ അഡ്വേഴ്സറി. പിശാചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പിശാച് പോരാടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പിശാച് ടെംപ്റ്റ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിശാചിൻ്റെ പോരാട്ടങ്ങളെ അറിയാത്തവരല്ലല്ലോ, തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്നാ പറഞ്ഞേ. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞതേ, ഈ ചെറിയ കല്ലാണ് എടുത്തത്, അല്ല വലിയ ബോൾഡറാണോ എടുത്തത്? ചെറിയ കല്ലാണ് എടുത്തത്. അപ്പം ഈ കല്ല് ഇയാളുടെ നെറ്റിക്ക് കൊള്ളുമെന്ന് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് സങ്കീർത്തനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, യുദ്ധത്തിൻ്റെ കൈകളെയും പോരിൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നവൻ. അപ്പോൾ ദൈവം അതെല്ലാം ചെയ്തല്ല, ദാവീദിൻ്റെ കറക്കൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണേ, മൈ എനിമി ഈസ് സോ ബിഗ് that I will not, thus my stone will not miss him.
അപ്പോൾ എനിമിയെ ബിഗായിട്ട് കാണുന്നെങ്കിൽ ഇങ്ങനെ കാണണം. എന്താ? എൻ്റെ സ്റ്റോൺ അവനെ മിസ് ചെയ്യത്തില്ല, കാരണം അത്രയ്ക്ക് വലുപ്പമാണ്. അല്ല, ദൈവമായി താരതമ്യം ചെയ്യുമ്പോൾ we don't have any adversary, because ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായവൻ. ഒന്ന്, നോ ഫിയർ. നമ്പർ 2, നോ ഡിസ്പെയർ. നമ്പർ 3, നോ അഡ്വേഴ്സറി. അടുത്തത്, ഐ എം കണ്ടന്റ് ആൻഡ് ഐ എം സഫിഷ്യൻറ്റ്. സ്വന്തം പുത്രനെ ഈ വാക്യങ്ങൾ പലപ്പോഴും പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സ്വന്തം പുത്രനെ തന്നെങ്കിൽ സകലവും തരാതിരിക്കുമോ? അവിടെ പറയുന്ന സകലവും, ചിലർ അതിനെ കളിയാക്കി ശകലം എന്ന് പറയും. ആ സകലം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാം കൂടെ തരുമെന്നല്ല. അത് തന്നെങ്കിൽ മേടിച്ചോ. പക്ഷെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം കൃപയാൽ ദാനം ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം പുത്രനെ നൽകിയത് കൃപയാലാണ്. മാത്രമല്ല, അതേ കാര്യം, അതേ പദം, മൂലഭാഷയിലെ പദം ഫോർഗീവ്നെസ് എന്നുള്ള പദത്തിനും കൊടുത്തിട്ടുണ്ട്. അർത്ഥം പറഞ്ഞാൽ ഇതാണ്: സ്വന്തം പുത്രനെ ഞാൻ പാപിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി തന്നു, അല്ലേ? എങ്കിൽ അവനെ യാഗമാക്കിയെങ്കിൽ അവിടുന്ന് എൻ്റെ ദൈനംദിനത്തിലുള്ള ആകായ്മകളെ ക്ഷമിച്ച് എന്നെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നടത്തത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. സ്വന്തം പുത്രനെ പോലും ആദരിയാതെ എനിക്ക് നൽകിയെങ്കിൽ അവനോട് കൂടെ സകലം എന്ന് പറഞ്ഞാൽ നേരെ മേലെ പറഞ്ഞിട്ടുണ്ട്. മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു പിരിക്കുന്നു. ആ തേജസ്കരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാ. പുത്രനെ തന്നെ രക്ഷിച്ചെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണത്തേക്ക് നടത്താതിരിക്കുമോ? ഇത്രയൊക്കെ സന്തോഷമുണ്ട്. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. It talks about the completion of our journey. It talks about the assurance of our salvation. It talks about the faithfulness of our Savior. നമ്മുടെ വിശ്വസ്തതയല്ല, അവിടുത്തെ വിശ്വസ്തത. ഹല്ലേലൂയ. അടുത്തത് 33-ാമത്തെ വാക്യം. ഞാൻ പെട്ടെന്ന് പോവാം. ശിക്ഷ വിധിക്കുന്നവൻ ഈ നിമിഷവും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ഒരു മഹാപുരോഹിതനായിട്ട് കർത്താവ് നമുക്ക് ഉള്ളപ്പോൾ നമുക്കെതിരെ ശിക്ഷ വിധിക്കുവാനോ കുറ്റം വിധിക്കുവാനോ ആരാ ഉള്ളതെന്നാ ചോദ്യം. നോ ഇൻഡൈറ്റ്മെന്റ്, നോ ഇൻഡൈറ്റ്മെന്റ്. കാരണം റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ ഒരു രീതിയിലും ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിവില്ലാത്ത എന്നെ പിതാവ് ഒരു ഡിക്ലറേഷൻ ചെയ്തു. ഹി ഈസ് നോ മോർ ഗിൽറ്റി. തൂക്കുകയറിന് വിധിക്കപ്പെട്ട ഒരുവൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഇയാൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമല്ലയോ എന്ന് ചോദിക്കല്ലോ. ഇതൊരു ഹെഡിങ് മാത്രമാണ്, ഡീറ്റെയിൽ ഞാൻ നോക്കിയില്ല. അതായത് ഒരുവനെ ഈ ലീത്തൽ ഇഞ്ചക്ഷൻ കൊടുത്ത്, ഇവിടെ ലൂസിയാന ഏതൊരു സ്റ്റേറ്റിൽ അവനെ കൊല്ലാൻ തീരുമാനിച്ചുക. അവന് 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവൻ മരിച്ചില്ല. ഏറ്റവും കൂടുതൽ കരഞ്ഞ ആരാന്നറിയാമോ? അവന് വേണ്ടി നിന്ന ലോയർ. എന്തിനാ കരഞ്ഞതറിയാം? ഇവനെ രക്ഷിച്ചല്ലോ, ഇവൻ വിടുതൽ പ്രാപിച്ചല്ലോ എന്ന് പറഞ്ഞു. ലോയർ കിടന്ന് കരയാ. ഒരു സ്ത്രീയായിരുന്നു. ഈ മനുഷ്യന് വേണ്ടി വാദിച്ചതാ. വാദിക്കുമ്പോഴും അറിയാം രക്ഷപ്പെടത്തില്ല. പക്ഷെ ഇവന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടൊന്നും അവൻ അപ്പം നമ്മളെവിടെ ആയിരുന്നു എന്നുള്ള നമ്മുടെ ചോദ്യം.
ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന എന്നെ നിന്നെ നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടവരാ. ഈ ബറബാസ് എന്ത് ചെയ്തിട്ടാ ബറബാസിനെ വിടുവിച്ചേ? ഈ യഹൂദൈതിഹ്യങ്ങളൊക്കെ ഒരുപാട് കഥയുണ്ട് ബറബാസിനെ കുറിച്ച്. ബറബാസ് ആയുസ് വിചാരിച്ചോ ബറബാസിനെ രക്ഷപ്പെടുന്നു വിചാരിച്ചു? ബറബാസിന് വേണ്ടി വാദിച്ചവരൊക്കെ തിരിച്ചു വാദിക്കുക. ഇപ്പോൾ അവനെ നന്നേക്കാനാണ് പറയുന്നത്. നമ്മൾ അതിനെക്കാട്ടി വലിയ ഒന്നും അല്ല കേട്ടോ. നമ്മളെ ദൈവം തൻ്റെ കരുണയാൽ രക്ഷിച്ച്. ചോദ്യത അങ്ങനെ രക്ഷിച്ചെങ്കിൽ ഇന്ന് കൈ ചൂണ്ടാനും കുറ്റം വിധിക്കാനും ആർക്കാ അധികാരം? ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? ആ പ്രഖ്യാപനം നമ്മുടെ ചെവിയിൽ കേൾക്കണം. ഏതാ? യു ആർ നോ മോർ ഗിൽറ്റി. യു ആർ നോ മോർ ഗിൽറ്റി. എന്ത് ചെയ്തിട്ടാ? 10,000 താലന്ത് ഒരു രാജാവിനോട് ഒരുവൻ കടം മേടിച്ചെന്ന്. എന്തോ മേടിയില്ലായിരുന്നില്ലയോ? മേടിച്ച് 10,000 ഇനിയിപ്പോ ഇയാൾക്ക് ആയുസ് പര്യന്തം ജോലി ചെയ്താലും വീട്ടാൻ പറ്റത്തില്ല. അപ്പം ചെന്ന് പറഞ്ഞു, എനിക്ക് വകയില്ല, ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന്. കൊള്ളാം. അപ്പോൾ പറയാ ബോധം കിട്ട അവിടെ വീട് കാണും. അങ്ങനല്ലേ ദൈവം നമ്മോട് ക്ഷമിച്ച്? യു ആർ നോ മോർ ഗിൽറ്റി. നോ മോർ ഗിൽറ്റി. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാൽ. എങ്ങനെയാ സംഭവിച്ചറിയോ? എഫേസ്യർ 2-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിലുണ്ട്, കൃപയല്ലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകും. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൃപയാൽ വിശ്വാസം ദാനമായി നൽകി തന്ന് അവിടുത്തെ പുത്രന്റെ പൂർത്തിയാക്കപ്പെട്ട നീതീകരണം, നീതി എനിക്ക് കണക്കിടുവാൻ തക്കവണ്ണം കുറ്റം ചുമത്തപ്പെടുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. നമുക്ക് പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു ചെറിയ ചിത്രം കൊടുക്കും. സെക്രട്ടറി 3-ാം അധ്യായത്തിൽ അല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ട്. കുറ്റാരോപണം ചെയ്യത്തില്ലെന്ന് പറയുന്നില്ല കേട്ടോ. പിശാചിൻ്റെ പണി അത് തന്നെയാണ്. ഈ ഒരു പുരോഹിതൻ യോശുവ, അദ്ദേഹം ഇന്നിപ്പോൾ പിശാച് എന്തോ പറയുന്നറിയോ? അവൻ്റെ വസ്ത്രത്തിൻ്റെ കാണിച്ചു. അപ്പോൾ ഇന്നും അതല്ലേ പണി അവൻ്റെ. അതവിടെ താഴെ പറയുന്നത്. ശിക്ഷ വിധിക്കാൻ ആരാ? ക്രിസ്തേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അവനിപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം. അടുത്തത് ആ 34-ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിച്ചായിരുന്നല്ലേ. അപ്പോൾ 33-ാമത്തെ വാക്യത്തിൽ എന്നെ കുറ്റം ചുമത്താൻ ആർക്കും കഴിയത്തില്ല എങ്കിൽ 34-ാമത്തെ വാക്യത്തിൽ എന്നെ ശിക്ഷ വിധിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു ഈ നിമിഷവും. മാത്രമല്ല, ഞാൻ ക്രിസ്തുവിലാണ്. അവൻ്റെ മരണം എൻ്റെ മരണമാണ്. അവൻ്റെ പൂർത്തിയാക്കപ്പെട്ട നീതി എൻ്റെ പ്രവൃത്തിയായി കണക്കിട്ട് അവിടുത്തെ സന്നിധിയിൽ എനിക്ക് നിൽപ്പാൻ ഇപ്പോഴും കഴിയുന്നു. അടുത്തത് ഈ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നാം പലപ്പോഴും, യെശയ്യാപ്രവചനം 53-ാം അധ്യായം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് കർത്തൃ തിരുമേശയോടുള്ള ബന്ധത്തിൽ. അവിടെ പറയുന്ന കേട്ടോ, അതുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട്, കണ്ടോ, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്ന്, ഇന്റർസീഡ് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം.
9:28 എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, ആകിയാൽ ദൈവപുത്രനായി യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരാം. അവസാനത്തിലേക്ക് വരിക. 35, 36, 38, 39 വാക്യങ്ങൾ. 37 വായിക്കണ്ട ഇപ്പോൾ. 35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ വായിച്ചു. കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ് there is no separation. ഇതൊരു പിരിയാബന്ധമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ എതിരെ വരാവുന്ന കാര്യങ്ങൾ. ഒന്ന്, കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. പിന്നെ 38, മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റു യാതൊരു സൃഷ്ടിക്കോ ഇമാജിൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പറയുക, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ഇത് പിരിയാബന്ധമാണ്. ഇത് പിരിയാബന്ധമാണ്. There is no separation. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള, അവിടെയും പറഞ്ഞേക്കുന്നത് ഇൻ ക്രൈസ്റ്റ് എന്ന. നമ്മെ സ്നേഹിച്ചത് തൻ്റെ പുത്രനിലൂടെയാണ്. നാം ദൈവസനയിൽ നിൽക്കുന്നത് പുത്രനിലാണ്. നമ്മെ നീതീകരിച്ചത് പുത്രനിലാണ്. പറയാ, എനിക്ക് ഭയമില്ല, എനിക്ക് ഇച്ഛാഭംഗമില്ല, ഐ ഡോണ്ട് ഹാവ് എനി അഡ്വേഴ്സറി, എന്നെ കുറ്റാരോ, ഞാൻ സംതൃപ്തനാണ്. I don't have anyone who can indict me. ശിക്ഷാവിധിയില്ല. അവസാനം പറയുക, പിരിയാബന്ധം, നോ സെപ്പറേഷൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഈ മേൽപ്പറഞ്ഞ ഒരു കാര്യങ്ങളാലും മാറ്റാൻ കഴിയാത്തൊരു ബന്ധം ദൈവം നമുക്ക് നൽകി തന്നു ദാനമായി. യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹം. ഇനി അവസാനമായി 37-ാമത്തെ വാക്യത്തിൽ
നാമോ in all these things we are more than conquerors. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം. തുടക്കത്തിലെ അവസാനം അറിയാവുന്ന ഒരു ഗ്രൂപ്പായി. ഏതാ? ഇറങ്ങി ചെന്നിട്ട് കുറെ നാൾ കഴിയുമ്പോ എങ്ങനെ ആയിത്തീരുമെന്ന് നോക്കാം. കുറച്ച് പ്രോമിസ് ഒക്കെ തന്നിട്ടുണ്ട്, ചെല്ലുവാൻ നോക്കാം. അതല്ല, ഉറപ്പുണ്ട്, നമുക്ക് വിജയമുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, അവിടെയും ഇൻ ക്രൈസ്റ്റ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ, ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. അങ്ങനെ വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കൃപയാൽ ആകുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നന്ദി പറഞ്ഞാട്ട്, കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. So I don't have any fear. I don't have despair. I don't have any adversary. I am sufficient in Christ. I don't have indictment, no condemnation, no separation, no defeat. ഭയം ഇല്ല, വിഷാദമില്ല, എതിർപ്പില്ല, സംതൃപ്തനാണ്. കുറ്റമാരോപിപ്പാൻ ആരെക്കൊണ്ടും കഴിയില്ല, ശിക്ഷാവിധിയില്ല, പിരിയാത്തൊരു ബന്ധമാണിത്. പരാജയമില്ല, പൂർണ്ണ ജയം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ തുടർന്ന് പാട്ടുകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.